വെറുതെ നനക്കാന്നല്ലാതെ ആ പന്നിയാൾ ഇറങ്ങിയിട്ട് ഫുള്ള് കുത്തി നാസാക്കല്ലേ. ലബീബ, ഞാൻ നമ്മളെ കല്യാണക്കാരെ മെല്ലെ ഒന്ന് പെരിയിൽ പറഞ്ഞു. എന്നിട്ടെത്താ മെല്ലായോണ്ട് ആരും കേട്ടില്ല. വെറുതാകുക പടച്ച തമ്പുരാനെ എത്ത് ജന്തു ആക്. ഓയ് പടച്ചമ്പുരാൻ, ഞാനും നീർക്കോലിയും കൂടി മിനിയൂട്ടിക്ക് ടൂർ വന്നാണേന്ന് വേഗം ഞാൻ വരുമ്പോ കൊണ്ടുവരുന്നാളാ. നീർക്കോലി ഇറങ്ങ ബോംബെ വിളിച്ചണ്ട ആവശ്യം. എവിടുക്കാ പെര മാറി പോവാ? എവിടുക്കതൊക്കെ പട കയറ്റിക്കണ്ട്. പെര മാറി എത്തത് ജന്തു ഇവിടല്ലേ? ആ കുന്തം കൂടല്ലേ? ആരാണ് ജി? നമ്മളെ കയറി മാണിക്കും. ഞാൻ ഒച്ചയിൽ പറഞ്ഞോളച്ചൊന്ന് വെക്കേ. കൊമ്പങ്കാട് പോയാ നമ്മളെ കമ്പനിത്തെ കണക്കും കാര്യങ്ങളൊന്നും ശരിയാവില്ലല്ലോ. നിങ്ങളൊക്കെ നോക്കാൻ വേണ്ടിട്ട് എന്റെ ചെറുക്കനത്തെ മലയിന്നൊക്കെ ഇറങ്ങിക്കോളൂ നാട്ടിക്ക്. എന്നോട് എല്ലാ മൃഗം പോയി. മൃഗങ്ങൾ പോകെ അന്നപ്പടെ നിന്നാലേ നാട്ടുകാര് മുള്ളമന്തിയാണ്. ഏതായാലും വന്ന നന്നായി. ഇന്നൊന്ന് പുറത്തിറക്കിയ ഇറങ്ങി ഇന്റെ പേരിത്തെ ഫർണിച്ചർ മരത്തെ പൊടി തട്ടാൻ വേണ്ടി ഞാൻ തച്ചൊല്ലു ബാ ഇവിടെ എന്നാ. ഞാൻ എന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞ എന്നോട് മൃഗങ്ങൾ കുടുംബങ്ങളിലൊക്കെ പോയി. മൃഗങ്ങളാ എന്റെ കുടുംബം. ആദ്യം തന്നെ നമുക്ക് ആ സിറാത്ത് മാറ്റുമൊക്കെ പോയാലോ? ഇവിടെ കുളിച്ചാള് പാക്കുടങ്ങിയിരിക്കുന്നു. അപാറ കൊണ്ടുപോയി മനസ്സാതെ കൊണ്ടുപോയിക്കേ. നിന്റെ മാതിരി ഒരു മണാസ ആ മനസ്സം വന്ന് കൊണ്ടുപോയിന്നോ? ഞാൻ ഞാൻ പഠിപ്പിച്ചത് ഓടിച്ചതാക്കും. നിങ്ങൾ ഇന്നെ പറ്റിച്ചേ കമ്പനി കണക്ക് ശരിയാക്കാൻ പറ്റുമെന്നുള്ള ഞാൻ നോക്കട്ടെ. സലമാസേ എന്താ പോയേക്കാ? ഒന്നവിടെ നിൽക്ക്. ഇത് വരുന്നു. ഞാൻ സ്കൂളിൽ പോവാണ്. എന്ത് വിളിച്ചണ്ട എന്റെ സാധനങ്ങളെ ഞാൻ കണ്ടക്കണു. കൂട്ടിലാണ് ഇട്ടക്കണ്ടേ. ബോംബെ വാലനോട് ഒന്നും കൂടെ വരാൻ പറഞ്ഞ ഓനാക്കണി വലിയൊരു വണ്ടി വിളിച്ചാണ്ട് പെരീത്ത് മൊത്തം ഫർണിച്ചർ അയക്ക് കയറ്റിട്ട് കൊണ്ടുണ്ട്. അത് ചോദിച്ചാൻ ചെന്ന് കഴിഞ്ഞാൽ കണ്ണുക്ക് പാത്തേ നീ ആ കുടുംബത്തെ കാണിത്തരുമോ? ഞാൻ കണ്ടക്കണു. ചാവക്കാടുണ്ട് പാമ്പില്ല എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ ഉണ്ട് ആ സാധനങ്ങൾ പോയി. ആ കുട്ടിയെ ഒരു കുപ്പി വെള്ളം കാട്ടാ താലപ്പൊന്നും പേര് കഞ്ഞ ചോറും കഞ്ഞും വെള്ളമൊക്കെ ഇതിലുണ്ട്. അങ്ങനെ പോരെ. അല്ല തവള ഇത് പെരുന്നാളായിട്ട് പുതിയ ചായ ദൈവം എന്തിനാ ചെറിയ മോളെ തോൽപ്പിച്ചേ? മാത്സ് അറിയാത്തോടെ തോൽപ്പിച്ച്. മാത്സ് രാത്തോണ്ട് തോൽപ്പിച്ചേ. മാത്സ് രാത്തോണ്ടല്ല, കണക്കിലും ചോദ്യം ചോദിച്ചിട്ടാണ്. എന്ത് ചോദ്യങ്ങൾ ചോദിച്ചേ? എന്റെ കയ്യിൽ 5 പയുണ്ട്. അതിൽ ഇതാണ് ഞാൻ ആ പറഞ്ഞ സ്ഥലം. നോക്കാം. സുമേഷോ ഇതോ? എന്നോട് ഉള്ളുക്ക പട്ടയറിന് തല്ലല്ലേ. ഇതേതായാലും ഇവിടുന്ന് പോയിക്കോ. മറ്റേ എന്റെ സാലും കൂടിയാക്കാണ്ട് പോകും. ശരിയാ. വരുന്നു ரொம்ப അழைച്ചു പോയിട്ടാ നീ. അന്റെ എല്ലാ മൃഗങ്ങളും അവിടെ ഉണ്ട്. വേറെ ഉണ്ട്. ഫുള്ള് മൃഗങ്ങളെ ഒരു പിടിച്ചു കൊടുത്തു. രണ്ടെണ്ണം ഞാൻ കഴിച്ചു. ബാക്കി എത്ര ചോദിച്ചിട്ട് കുട്ടിക്ക് അറിയില്ല. അതോടെ ഞാൻ തോൽപ്പിച്ചത്. അത് ശരി. നിസാര 3 പഴത്തിന്റെ പേരിലുള്ള മാഷ ഒരു കൊല്ലന്റെ കുട്ടിന്റെ കളഞ്ഞ് 4 മാഷേ നിന്റെ കുട്ടിന്റെ പഴത്ത് ഇപ്പൊ ഒന്നും വാങ്ങിയില്ല. നീ വാങ്ങിക്കണു. അത് അടിമൂളും കെക്കിക്കാണ്ട് എടുത്ത ചിക്കൻ അവിടെ ഇവിടെ കുറെ നടന്ന് കാണാണ്ടായി ചെയ്യതേ. ആരോടാ പറയുന്നു? ചെവിയാക്കണ്ടേ? ഇവിടെ നോക്കാം. ഇത് എന്റേതാ നോക്കാം. ஜமனி கணேசே காட்டுல இருக்கும்போது எப்படி இருந்த என் புள்ள கொம்பெல்லாம் இப்படியாச்சு. ഇതൊക്കെ പൊടിയട്ടാ നിക്കലപ്പോ. എല്ലാം ഇത് എന്നോട് കുടുംബം സാപ്പിടുമ്പോ അയ്യോ ഇതെന്താ? രമണി അമ്മാൾ. രമണി അമ്മേ? അയ്യോ ഇന്നത്തെ പായം ആണെന്നുണ്ടെങ്കിൽ ഒരു 3 കൊല പായം കോയിലെത്തിച്ചൂലേ? ഇത്ര ആർത്തി പാടില്ല മാഷെ. ഇജ്ജ് പേടിച്ചണ്ട. അന്റെ മാസിക്കാര് 3 കൊല കൊറേ കാലായിക്കുന്നു. ഇങ്ങനെ ആൾക്കാർ ഓഫർ കൊടുത്തിട്ട് ഇത് കൊണ്ടോ വെച്ചാന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ നല്ല കഴിഞ്ഞു. സകല സാധനം കഴിക്കുന്നു. വാ കേറി വണ്ടി. ആൾക്കാരെ വിളിച്ചാ കുട്ടിയാക്കാ ചോക്കടിച്ചു പോ. ചാടി കളിച്ചിട്ട് സാധനമാണ് ചാക്കിൽ കടിച്ച് പോതാജി. അന്നത്തൊക്കെ ചൂടായ ഞാൻ കൊണ്ടേ കൊടുക്കുന്നു. ഇപ്പൊ നിങ്ങള് കല്യാണം കഴിച്ച ഫോട്ടത്തിലെ ഏതൊരു സിനിമ നടി? അതെന്റെ അമ്മ കുൽസു. അത് ശരി. അപ്പൊ നിങ്ങളെ കൂടെയുള്ള വയസ്സത്തി ആരാ? വയസ്സൊക്കെ ഏതാണോ? ഒരു കാലം കഴിഞ്ഞാൽ പേര് ഇതിനകത്ത് തേങ്ങയാണ് അംശം കാട്ടുന്നത്. എന്റെ പേര് എന്റെ പേര് എന്റെ ഓരോ ചവിട്ടി ആസാക്കണ്ടേ? കടലടി സ്വിമ്മിംഗ് പൂളാണിത്. നീരും പൂളയോ? ഇത്ര വലിയ കുളിച്ചുള്ള പാക്കുണ്ടാക്കി വെച്ചിട്ട കാര്യം പിന്നാടി പോച്ച് ചന്തി എല്ലാവർക്കും പിന്നെ തന്നെ അല്ലേ കാരണം. ഇവിടെ ഇങ്ങനെ കുലിക്കൊണ്ട് നിന്നോ പുറത്തൊക്കെ ഇറങ്ങിയ 4 ഉദ്ഘാടനം കിട്ടും. പോരെ അടുത്ത് പോയൊക്കെ പിന്നെ പ്രായമുള്ള മനസ്സിന് അല്ല ആരെ കണിയുണ്ട്. കേസ് എടുക്കാൻ തന്നെ നോക്കിക്കോളൂല്ലോ. അങ്ങനെ വയസ്സാവണേന് മുന്നിച്ച് കല്യാണം കഴിക്കണം. എന്നിട്ട് വേണം എന്റെ എല്ലാം ഞാൻ പറയുന്നത് കേട്ടാ മതി. കോടി അടിക്കൊണ്ട് ഇറക്കല്ലേ ഈ പഴയ സാധനങ്ങള്.
നടക്കാണ്ട് ഇതൊക്കെ കൂടെ തിരുമ്പാകാലിൽ കൊടുത്താക്കാതെ ആരോടാ പറയുന്നല്ലേ തിരുമ്പാകാലിൽ കൊടുത്ത് വെച്ചിട്ടില്ലാന്ന് ചുറ്റി കൊടുക്കുന്നോ ഇതാ നടന്ന ഇതാ ഇതാരാ നോക്കാം അയ്യോ ഇത് സെൽവരാജ് സെൽവരാജോ അകർക്കുമ്പോ എവ്വളോ പെരുസാർത്ത ഇപ്പൊ ரொம்ப കുട്ടിയായിട്ടടാ ഇതിപ്പൊ കുട്ടിയായതാ ആമാ അമീബ കൂടി ഞാൻ ചെലവിന് കൊടുക്കാൻ അയ്യോ അമീബല്ല ഈ ലബീബാണേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ബാല്യായില് നിങ്ങൾ ചെലവിന് നോക്കണ്ട ഇനി ഞാൻ പഠിച്ചാൻ പോകുന്നുണ്ട് എന്ത് ഞാൻ ACCA പഠിച്ചാൻ പോവാണ് ഏസി മാറ്റി തരാൻ ആളുണ്ടായിട്ട് ഇവിടെ വെച്ചുകൊണ്ട് നിൽക്കി എല്ലാം ഞാൻ പറയണ വല്ലതും കേൾക്കണ്ടെങ്കിൽ എവിടുക്കാന്നൊന്ന് തിരുമ്പള പാർക്ക് ആ അത് അമ്മായിയാണ് ഒക്കെ ഇവിടുന്ന് കഴിച്ചാൽ നടക്കേ ചെരുപ്പ് വരക്കട്ടെ ആദ്യം അതല്ലേ അത് തോന്നുന്നു അതാ മാറി നിങ്ങളെ എല്ലാം ഇനി ഞാൻ പറഞ്ഞുതരാം ഈ പഴയ ഫർണിച്ചർ ഒക്കെ കൂടി കൊണ്ടേ കൊടുത്താൽ പുതിയ ഫർണിച്ചർ തരുന്ന ഒരു കട ഉണ്ട് കൊണ്ടോട്ടില്ല ഡിമോ എന്തേ മറിയമ്മന്റെ മാക്സി അടുത്ത് നന്നായി ഞാൻ തോക്കുന്നത് രണ്ടെണ്ണം കൊടുത്തു നന്നായിപ്പോ പോക്കും കാബൂന് ചണ്ടിയൊക്കെ കൊടുത്തു നന്നായി ഫർണിച്ചർ അതിന്റെ പേര് പടച്ച റബ്ബേ സത്യം പറയണം അല്ലാതെ പിന്നെ ഇതൊന്നല്ല അപ്പൊ കേക്കണം ഒരു കഥ 80-85 കാലഘട്ടം ബോംബെയിലായെന്നേ ആമേ കാളല്ലത് ഇവിടെ പോന്ന ഇതിന്റെ പേരെന്താ അത് ഒട്ടട്ടി സുധാകർ തന്നെ ഇതൊക്കെ അടുത്ത് പോന്ന ഇത് ഞാൻ വോട്ടറിനറി ഒരു കൊട്ടാരത്തെ ഫുള്ള് സാധനം വലിയൊരു തമിഴ് ലോറിയിൽ കയറ്റിട്ട് ഞാൻ ഒറ്റക്ക് കൊണ്ടേ കൊടുത്തതാ വല്ലാതാണ്ട് തള്ളല്ലോ എന്തായിരുന്നു അല്ലേ കയറ്റി കഴിഞ്ഞ് നോക്കും ഇങ്ങനെ ഒരു സൗകര്യമുള്ള സ്വിമ്മിംഗ് പൂൾ ഞാൻ കണ്ടിട്ടില്ല ഞാനോ ഹലോ എന്താ പരിപാടി തിരുമ്പി കുളിച്ചാ ഇവിടെ തിരുമാനം പറ്റില്ല കുട്ടികളെ കുളിച്ച സ്വിമ്മിംഗ് പൂൾ അല്ലേ അന്റെ തിരുമ്പോ ഒട്ടൊക്കെ പച്ചയാണ് ഇവ എന്നെ കൂടെ പഠിച്ചു ആഹാ ഞാൻ അവിടെ ക്ലാസ്മേറ്റോ ആഹാ ആമാ സായാക്ക എന്നോട് കുടുംബത്തെ കൊണ്ടുപോവാൻ നിങ്ങൾ സഹായിച്ചു പഠിച്ചാൻ പോയിട്ട് കാര്യമില്ല കമ്പനിയുടെ കണക്ക് നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പഠിച്ചേ ഓ അതന്നെയാണ് ഈ ACCA എന്ന് പറയുന്നതേ നിങ്ങൾ ഈ കമ്പനീന്റെ കാരൊക്കെ നിങ്ങൾ ഇത്രയും കാലമായിട്ട് പറ്റിച്ചോണ്ട് ഇറക്കിയ മരം വണ്ട നമ്മളോ തമിഴ് ലോറി ചാട്ടാകണില്ല അല്ലാ എന്നിട്ടെത്താ കാട്ടിയായി എന്നിട്ടെത്താ കാട്ടുന്നു തമിഴ് ലോറിന്റെ മുന്നിക്കാണ് പോയി ഞാൻ തമിഴ് ലോറിന്റെ ചെറുക്കൾ പിടിച്ചിട്ടേ ഇങ്ങനെ നടന്നു ഒരു 3 കിലോമീറ്റർ ഇന്ത്യ വരുമ്പോൾ പറഞ്ഞ് ഈച്ച് പോയിക്കോർന്ന് ഓരോരോ വണ്ടി മതി തന്ത വൈബ് എത്ര ഓന്റെ പറമ്പത് ആണോല്ലോ നടക്കാൻ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊല്ലും മനസ്സാ കൊല്ലും ഇവിടെ വാ എന്നൊക്കെ സഹായിച്ച ഇവിടെ വാ എന്താണോ അല്ല അത് വേണ്ടാതെ അപ്പൊ ഇജ്ജല്ലേ ഡിഗ്രി പഠിച്ചാൻ പോകണമെന്ന് അറിയുന്നു പറഞ്ഞു അതിന്റെ കൂടെ തന്നെ BCom പഠിപ്പിച്ചാണ്ട് നമ്പർ 1 ക്യാമ്പസ് ഉണ്ട് നമ്മ പെരിന്തൽമണ്ണ എന്നാ കുഞ്ഞപ്പോ അതാണ് കുട്ടികളെ പാളിയിൽ വലിച്ചിട്ട് മാരിയിൽ വലിച്ചോണ്ടാ പിന്നല്ലേ ഈ 3 കസാലങ്ങളെ അല്ല എന്നിട്ട് ഈ പഴയതാളൊക്കെ കൊണ്ടുവച്ചാ ഡിനോസറാളൊക്കെ ദിനോസർ അല്ല ഒരു സാബുവിന്റെ കണ്ടം കൊണ്ടുവരാത്ത വലിയ മോശമായി എത്ര നീർക്കോലിക്കാടെ പണി പടച്ച തമ്പുരാനെ ഇതെന്താ സാധനം അത് മലയിൽ മങ്കി കണ്ടുകൂടിയാണ്ട് ചെങ്കള നമ്മൾ ഇപ്പൊ ഉള്ളത് ചാവക്കാട് പഞ്ചവടി അതേതാ അതാണ് പ്രൊഫിൻസ് എന്നാ നടക്കി ഞാൻ കാണിച്ചു തരാം അങ്ങനത്തെ ക്യാമ്പസ് ആണ് അതിൽ നല്ല പെൺകുട്ടികളുണ്ടാവും ഇപ്പൊ ചെന്ന് കളറായിട്ട് ഡിമോസ് ഫർണിച്ചർ ഓൾക്ക് സ്വന്തമായിട്ട് ഫാക്ടറി ഉണ്ടായതുകൊണ്ട് ഈ പഴയ സാധനങ്ങളൊക്കെ നന്നാക്കി കണ്ട് പാവപ്പെട്ട ആൾക്കാർക്ക് ഒരു വെറുതെ കൊടുക്കാണ് അങ്ങനത്തെ ആൾക്കാരാണ് നമ്മൾ സപ്പോർട്ട് ഇവിടെ തിരുമ്പല്ലേ നല്ലൊരു മര്യാദക്കോടേട്ടം പറഞ്ഞില്ലേ അതന്നെ തവളെ പറഞ്ഞേ തിരുമ്പള സോപ്പ് കൊടുന്നില്ല തിരുമ്പള സോപ്പ് എന്താ അപ്പൊ ചെങ്കള നമ്മൾ ഇപ്പൊ ഉള്ളത് പെരിന്തൽമണ്ണ പ്രൊഫിൻസ് എന്ന് പറഞ്ഞ ക്യാമ്പസിലാട്ടോ +2 ശേഷം വെറും 3 വർഷം കൊണ്ട് അപ്പൊ അതന്നെയല്ലേ ഞാൻ പറഞ്ഞത് കേറി അല്ല ഈ പഴയ ഭാര്യനെ കൊടുത്ത് പുതിയ ഭാര്യനെ കിട്ടണേ അങ്ങനെ എന്തെങ്കിലും ഓഫർ ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറയും അങ്ങനെ ഒരു ഓഫർ ഉണ്ട് ചെങ്കള നമ്മൾ ഇപ്പൊ ഉള്ളത് മിനി ഊട്ടിയിലുള്ള മോജിസ് വാട്ടർ പാർക്കിലാട്ടോ അപ്പൊ മിനി ഊട്ടിയിലെ വാട്ടർ പാർക്കിൽ ഞാന്നുള്ള പരാജയത്തെ പേരാണ് തീർക്കുന്നത് കുട്ടികൾക്കും ഫാമിലിക്കും വലിയവർക്കും ചെറിയവർക്കും ഒക്കെ അടിച്ച് പൊളിച്ച് ആദ്യം മാറ്റി വണ്ടി പോയിട്ട് ദിനോസർ അല്ല ഡിമോസ് ഫർണിച്ചർ പോട്ടെ കുളിച്ച് ലിസ്റ്റ് പോകാൻ പറ്റിയ 1.5 വാട്ടർ പാർക്ക് അതാണ് മോജിസ് വാട്ടർ പാർക്ക് അപ്പൊ ഇല്യൂഷൻ ടണൽ ഹൊറർ ഹൗസ് 3D സിനിമ മനുഷ്യനെ വട്ടം കിടക്കണ കണ്ണാടിക്കൂട് അങ്ങനെ എല്ലാവരും ഇതാണ് ഞാൻ പറഞ്ഞ കട ഇറങ്ങിക്കോ അപ്പൊ ചെങ്കള നമ്മൾ ഇപ്പൊ ഉള്ളത് ഡിമോസ് ഫർണിച്ചറിലാണ്